Hi friends, welcome back to MCV Creation. VN Video Editor tutorial നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ VN Video Editorന്റെ ബേസിക് ഇന്റർഫേസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നമുക്ക് VN Video Editor എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. VN Video Editor. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആണ്. ഇത് ഡൗൺലോഡ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നമുക്ക് ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. VNൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് പ്രൊജക്റ്റ് കാണാം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ഇവിടെ കാണാം. ഞാനിപ്പോൾ ഇത്തരം പ്രൊജക്റ്റ് നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിവിടെ കാണിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ പ്രൊജക്റ്റ് 0 ആയിരിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വർക്ക്സ്, നമ്മൾ നേരത്തെ ചെയ്ത വർക്കുകളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ബീറ്റ് ക്ലിപ്പ്, ടെംപ്ലേറ്റ്സ്, സ്റ്റോറീസ് ഒക്കെ കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഡീഫോൾട്ട് പ്രൊജക്റ്റ്, ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞ് 2 ഫോൾഡർ കാണാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഡീഫോൾട്ട് പ്രൊജക്റ്റുകളാണ് ഇവിടെ കാണുന്നത്. ഇമ്പോർട്ടഡിനകത്ത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്രൊജക്റ്റുകളായിരിക്കും ഈ ഒരു ഫോൾഡറിൽ കാണിക്കുന്നത്. ഇനി ഏറ്റവും താഴേക്ക് വന്നാൽ ഹോം സ്ക്രീൻ കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് സെർച്ച് ബാർ കാണാം. ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ്സ് ഒക്കെ സെർച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനടുത്തായിട്ട് നമുക്കൊരു കോമ്പസിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ നമുക്ക് ട്യൂട്ടോറിയൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ട് നമുക്ക് അതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനടുത്തായിട്ട് നമുക്കൊരു ക്രൗൺ ചിഹ്നം കാണാം. ഇവിടെ നമുക്ക് VNൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഒരു മാസത്തേക്ക് 249, ഒരു വർഷത്തേക്കിന് 1099 രൂപയാണ്. അതിനടുത്തായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണാം. ഞാനിവിടെ ലോഗിൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് താഴെയായിട്ട് നമ്മൾ ടെംപ്ലേറ്റ്സ് കാണാം. അതിൻ്റെ താഴെ ബീറ്റ് ക്ലിപ്സ് കാണാം. പിന്നെ പ്രൊജക്റ്റ് ട്രാഷ്, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെറ്റിങ്സ് കാണാം. ഇവിടെ നമുക്ക് കസ്റ്റമായിട്ട് നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വീണ്ടും ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ലൈബ്രറി എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്രിയേറ്റിൽ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുതിയൊരു പ്രൊജക്റ്റിലേക്ക് ആഡാവുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ പ്രൊജക്റ്റ്, നമ്മൾ നേരത്തെ കണ്ട പോലെ പ്രൊജക്റ്റ്, ബീറ്റ് ക്ലിപ്സ്, സ്റ്റോറീസ്, ഓവർലേ, ഈ ഓവർലേ ഒക്കെ നമുക്ക് വീഡിയോയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ട്യൂട്ടോറിയൽസ് കാണാം, ആർട്സ് കാണാം. പിന്നെ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് മ്യൂസിക്, സൗണ്ട് എഫക്ട്സ്, ഫിൽറ്റേഴ്സ്, സ്റ്റിക്കേഴ്സ്, ഫോണ്ട്, ഇതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ലൈബ്രറിയിൽ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഗ്യാലറിയിലേക്കാണ് വരുന്നത്. നമ്മുടെ ഗ്യാലറിയിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് വീഡിയോസാണോ ഫോട്ടോസാണോ ആഡ് ചെയ്യേണ്ടത്, നമുക്കത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് മൾട്ടിപ്പിൾ ക്ലിപ്പുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടുന്ന് ആഡ് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ കാണിക്കും. ഞാനിപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്യുവാണ്. വീഡിയോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരു ആരോ ഐക്കൺ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് സേവ് ദ പ്രൊജക്റ്റ്, നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊജക്റ്റ് നമുക്ക് സേവ് ചെയ്ത് എക്സിറ്റ് ചെയ്യാം. അതല്ലാതെ നമുക്ക് എക്സിറ്റ് ഡയറക്റ്റ് സേവ് ചെയ്യാതെ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു ഐക്കൺ കാണാം. ഇവിടെ നിന്ന് നമുക്ക് ട്യൂട്ടോറിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കണ്ടിട്ട് അതുപോലെ എഡിറ്റ് ചെയ്യാം. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഒറിജിനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ആഡ് ചെയ്ത വീഡിയോയുടെ ഫ്രെയിം റേഷ്യോ സെലക്ട് ചെയ്യാം. 9:60 വേണമെങ്കിൽ ആക്കാം. ഷോർട്സിന്, റീലിനൊക്കെ ആണെങ്കിൽ 9:60 ആഡ് ചെയ്യാം. പിന്നെ 1:1 ആഡ് ചെയ്യാം. യൂട്യൂബിനാണെങ്കിൽ 16:9 സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ട ഫ്രെയിം റേഷ്യോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനടുത്തായിട്ട് നമുക്ക് 3 ഡോട്ട് കാണാം. അവിടെ നമുക്ക് റീനെയിം ചെയ്യാം. നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ പേര് റീനെയിം ചെയ്യാം, പ്രൊജക്റ്റ് ഷെയർ ചെയ്യാം, ക്രിയേറ്റ് ടെംപ്ലേറ്റ് ചെയ്യാം. അതിനടുത്തായിട്ട് നമുക്ക് സേവ്, നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതിനടുത്തായിട്ട് നമുക്കൊരു ബ്ലൂ ആരോ ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത പ്രോജക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ടൈം ലൈൻ കാണാം, ടൈം ഡ്യൂറേഷൻ കാണാം. ഈ ഒരു വൈറ്റ് ലൈൻ
എവിടെയാണോ ആ ഒരു ടൈം ഡ്യൂറേഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് പ്ലേ ബട്ടൺ കാണാം, പ്ലേ ബാക്ക് കാണാം, പ്ലേ ഫോർവേഡ് കാണാം. ഓരോ പ്രൊജക്റ്റ് ആഡ് ചെയ്യുമ്പോഴും നമുക്കിവിടെ ഒരു വിൻ്റെ ഒരു വാട്ടർമാർക്ക് കാണാം. അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ അൺഡു റീഡോ കാണാം. നമ്മളിവിടെ ഒരു തെറ്റായിട്ടൊരു എഡിറ്റ് ചെയ്തത് നമുക്ക് അൺഡു ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് അൺഡു ചെയ്യാം, അതുപോലെ റീഡുവും ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത ഫയൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാം. പിന്നെ താഴേക്ക് വരുമ്പോഴും നമുക്കിവിടെ മ്യൂസിക് ആഡ് ചെയ്യാം. നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് മ്യൂസിക് ആഡ് ചെയ്യാം, അതേപോലെ സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് വോയിസ് റെക്കോർഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, SRT ഫയൽസ് ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. പിന്നെ അതേപോലെ നമ്മൾ ആഡ് ചെയ്ത വീഡിയോയുടെ മുകളിലായിട്ട് നമുക്ക് ഓവർലേ ആയിട്ട് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ സ്റ്റിക്കറോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ നമ്മൾ ആഡ് ചെയ്ത വീഡിയോയുടെ മുമ്പിലേക്ക് നമുക്ക് വേറൊരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം. അത് നമ്മൾ ലാസ്റ്റിൽ നമുക്ക് ആ വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ വന്നിട്ട് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടുന്ന് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മുടെ കവർ ഫോട്ടോസും ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടുന്ന്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു വോളിയത്തിൻ്റെ ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത വീഡിയോയുടെ വോളിയം നമുക്ക് മ്യൂട്ടാക്കാൻ സാധിക്കും. പിന്നെ താഴെ നമുക്ക് ടൈം ലൈൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സ്, ട്രിം, എഫക്ട്സ്, സ്പീഡ്, വോളിയം, ക്രോപ്പ്, അങ്ങനെ നിരവധി ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.